സ്നേഹമുള്ളവരെ, എഴുതപ്പെടാതെ പോയ ഒരു സുവിശേഷമുണ്ടെങ്കിൽ അത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ലോകത്തിന് മുൻപിൽ പകർന്നു തന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. ഒക്ടോബർ 4 വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഓർക്കുമ്പോൾ ഫ്രാൻസിസ് നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന ചില സ്വാധീനങ്ങളെ ധ്യാനിക്കുന്നത് നല്ലതാണ്. ഫ്രാൻസിസിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് പുസ്തകങ്ങളെക്കാളേറെ കഠിനമായ ജീവിതത്തിലൂടെ മിതവും ലളിതവുമായ ഭാരങ്ങൾ മാത്രം വഹിച്ചുകൊണ്ട് കടന്നുപോയ ചില സഹോദരങ്ങളിൽ നിന്നാണ്. എത്ര മനോഹരമായാണ് ഫ്രാൻസിസ് അവരുടെ ജീവിതത്തിലൂടെ ഫ്രാൻസിസിനെ അവർ മറ്റുള്ളവർക്ക് പകർന്നു നൽകിയത്. തീർച്ചയായും ഈ ഫ്രാൻസിസ്കൻ ജീവിതത്തിന് ഇന്നും ലോകത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഫ്രാൻസിസ് എടുത്ത ചില നിലപാടുകളാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ഫ്രാൻസിസിനെ നയിച്ചത്. ക്രിസ്തുവിനെ ഒരുപക്ഷെ സുവിശേഷങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ഫ്രാൻസിസിനെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കഠിനമായിട്ടുള്ള ഫ്രാൻസിസിൻ്റെ ചില ജീവിത ശൈലികളുണ്ട്. മഞ്ഞിൽ കിടന്ന് ഉരുളുവാനും അതുപോലെ റോസ മുൾച്ചെടികൾക്കിടയിൽ കയറിക്കൊണ്ട് അത് തൻ്റെ ശരീരത്തിൽ വാരി ഇടാനും നല്ല ആഹാര സാധനങ്ങളിൽ ചാരം കോരിയിടാനുമൊക്കെ ഫ്രാൻസിസ് ശ്രമിച്ചത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഫ്രാൻസിസ് എന്ന നൊമ്പരത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ക്രിസ്തു എന്ന സ്നേഹത്തിൽ നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ എത്രത്തോളം നന്നായി മനസ്സിലാക്കണമോ സഹനങ്ങൾ അതിന് അത്യാവശ്യമാണെന്ന് ഫ്രാൻസിസ് തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് സഹനത്തെ എത്രത്തോളം തൻ്റെ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കാമോ അവിടെ ഞാൻ എൻ്റെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുകയാണ് എന്ന് ഫ്രാൻസിസ് മനസ്സിലാക്കി. സഹനങ്ങളോട് നമുക്ക് രണ്ട് രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടാകാം. തീർച്ചയായും ക്രൈസ്തവരെന്നുള്ള രീതിയിൽ നമുക്ക് സഹനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ സ്വീകരിക്കാനായിട്ടുള്ള സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു മനോഭാവമുണ്ട്. അത് ദൈവം തരുന്നതാണെന്ന് മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളുവാനും അത് ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് മനസ്സിലാക്കി അത് ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കുവാനുമുള്ള മനസ്സ്. രണ്ടാമത്തെ വഴി അതല്ല. തൻ്റെ സുന്ദരമായിട്ടുള്ള വഴികളിൽ സഹനങ്ങളില്ലാതിരിക്കുമ്പോൾ കൂടുതൽ സഹനങ്ങളെ കൊണ്ടുവന്ന് തൻ്റെ വഴികളിൽ ഇടുക എന്നുള്ളതാണ്. ഫ്രാൻസിസ് തിരഞ്ഞെടുത്തത് ഈ രണ്ടാമത്തെ വഴിയാണ്. ഒരിക്കലും ഫ്രാൻസിസിന് ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ജീവിതമൊന്നും ആയിരുന്നില്ല. തൻ്റെ ബാല്യകാലത്തിൽ പട്ടുവസ്ത്ര വ്യാപാരിയായ പീറ്റർ ബെർണഡോൻ്റെയും പീക്കായുടെയും മകനായി ജനിച്ച ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷത്തിൻ്റെ യുവത്വത്തിൻ്റെയൊക്കെ നാളുകളിൽ വളരെ സന്തോഷത്തിൻ്റെ ഒരു ജീവിതമായിരുന്നു. കൂട്ടുകാരുടെ കൂടെയൊക്കെ ആർത്തുല്ലസിച്ച് സന്തോഷിച്ച് ജീവിച്ചിരുന്ന ഫ്രാൻസിസ് ദൈവവിളിയുടെ തിരിച്ചറിവിലൂടെ എടുത്ത തീരുമാനം തൻ്റെ വഴികൾ ഇത്ര സുന്ദരമാകാൻ പാടില്ല എന്നാണ്. ആ വഴികളിൽ കുറേ മുള്ളുകൾ കോരിയിട്ട് ആ മുള്ളുകളിലൂടെ ചവിട്ടി നടന്നു പോയതാണ് ഫ്രാൻസിസിൻ്റെ പ്രത്യേകത. കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരുന്നവനാണ് ക്രിസ്ത്യാനിയാകാൻ കഴിയുകയുള്ളൂ എന്ന ക്രിസ്തുവചനം ഫ്രാൻസിസിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു. അതുകൊണ്ട് ഒരിക്കലും സന്തോഷത്തോടെ നടക്കുന്ന ഒരാൾക്ക്, ജീവിതത്തിൻ്റെ സൗകര്യങ്ങളിൽ നടക്കുന്ന ഒരാൾക്ക് ക്രിസ്തു എന്ന ലക്ഷ്യത്തിൽ എത്താൻ കഴിയുകയില്ല, ക്രിസ്തു എന്ന സ്നേഹത്തെ പുൽകാൻ കഴിയുകയില്ല എന്ന് ഫ്രാൻസിസിന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൽ പകർത്തിവെച്ച ഈ ഒരു സഹനത്തിൻ്റെ മാധുര്യം അത് പിൽക്കാലത്തും ഫ്രാൻസിസിനെ പിൻഗമിച്ചിരുന്ന സഹോദരങ്ങളിലുണ്ടായിരുന്നു. അവരെ വിളിച്ചിരുന്നത് തന്നെ ആളുകൾ, ആ അസീസി പട്ടണത്തിലുള്ള ആളുകൾ അവരെ വിളിച്ചിരുന്നത് പെനിറ്റൻസ് ഫ്രം അസീസി എന്നാണ്. അസീസിയിൽ നിന്നുള്ള പരിത്യാഗികൾ. അവരിലുണ്ട് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. അവരെ നോക്കിയിട്ട് അവർ പറഞ്ഞു, ഇതാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെയുള്ള ക്രിസ്തുവിനെയാണ് ലോകത്തിന് ആവശ്യം. ലോകത്തിന് വേണ്ടി പരിത്യാഗം ചെയ്യുന്ന നല്ല കുറേ സഹോദരന്മാർ. അവർ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി ആ ജീവിതം ലോകത്തിന് വലിയ മാതൃകയായി മാറി. ലിറ്റിൽ ഫ്ലവേഴ്സ് ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് എന്ന കൊച്ചു പുസ്തകത്തിനുള്ളിൽ അതിൻ്റെ ഫ്രാൻസിസിൻ്റെ ആദ്യകാല സഹോദരന്മാരുടെ ജീവിത കഥകൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ബ്രദർ ജൈൽസ്. അദ്ദേഹം സഹോദരന്മാർ താമസിച്ചിരുന്ന ആ ഭവനത്തിലേക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നത്, ആഹാര സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നത് പുറത്തു പോയി പണിയെടുത്തുകൊണ്ടാണ്. റോമിലെ ഭവനത്തിൽ വെച്ച്
അവിടെ നിന്നും പുറത്ത് അകലേക്ക് പോയി ജോലി ചെയ്തുകൊണ്ട് ആ കൂലിയിൽ കിട്ടുന്ന പണം കൊണ്ട് വന്ന് വീട്ടിലേക്കുള്ള ഈ ഭവനത്തിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് ജീവിച്ചിരുന്ന ആ സഹോദരൻ ജൈൽസ് ഒരു ദിവസം വിറക് വെട്ടാനായി പോയി കാട്ടിൽ നിന്നും വിറക് ശേഖരിച്ചു കൊണ്ടുവന്ന് ചന്തയിൽ വിൽക്കാനായി വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് വാങ്ങാനായിട്ട് പലരും വരും. ഒരു സ്ത്രീ അത് വാങ്ങാനായി വന്നു. അത് വാങ്ങാനായിട്ടുള്ളൊരു പണം എത്രയാണെന്നുള്ളത് നിശ്ചയിച്ചുറപ്പിച്ചു. എന്നിട്ട് ഈ വിറക് കെട്ടുമായ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് ഈ സഹോദരൻ പോവുകയാണ്. അവിടെ ചെന്ന് വിറക് ഇട്ടുകൊടുത്തതിന് ശേഷം സഹോദരൻ പറഞ്ഞു, സഹോദരൻ ഈ സ്ത്രീ അതിനു വേണ്ട കൂലി കൊടുക്കുകയാണ്. അപ്പോഴാണ് ഈ സ്ത്രീക്ക് മനസ്സിലായത് ഈ സഹോദരൻ ഫ്രാൻസിസിന്റെ കൂട്ടത്തിലുള്ള ഒരു സഹോദരനാണ്. ഉടനെ തന്നെ ഈ സ്ത്രീ എന്ത് ചെയ്തു, ഈ സഹോദരന് കൊടുക്കേണ്ട പണം നേരത്തെ നിശ്ചയിച്ച് ഉറപ്പിച്ച പണത്തേക്കാൾ കുറച്ചുകൂടെ അധികം പണം അയാൾക്ക് കൊടുക്കുന്ന സമയത്ത് ഈ ജൈൽസ് സഹോദരൻ പറയുകയാണ്, എനിക്ക് നിശ്ചയിച്ചതിൽ കൂടുതൽ പണം ആവശ്യമില്ല. എൻ്റെ ജീവിതത്തെ തീർച്ചയായിട്ടും അമിതമായിട്ടുള്ള പണം ആർത്തി എൻ്റെ ജീവിതത്തെ തീർച്ചയായിട്ടും ബാധിക്കും. ക്രിസ്തുവിനോടുള്ള എൻ്റെ സ്നേഹത്തിൽ നിന്ന് അത് എന്നെ അകറ്റി നിർത്തും. കൃത്യമായിട്ടുള്ള പണം മാത്രം വാങ്ങിക്കൊണ്ട് തൻ്റെ സഹോദരങ്ങളുടെ ഭവനത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ഭിക്ഷയാചിച്ചൊക്കെ നടന്നിരുന്ന സഹോദരന്മാർ, ഫെലിക്സ് എന്ന് പറയുന്ന വേറൊരു സഹോദരൻ ചെയ്തത് പാവങ്ങളുടെ സാധനങ്ങൾ പണക്കാരുടെ കയ്യിൽ നിന്നും പിരിച്ചെടുക്കുന്ന സാധനങ്ങളുമായി തൻ്റെ സന്യാസ ഭവനത്തിലേക്ക് വരുമ്പോൾ പാവങ്ങളെ ആരെങ്കിലുമൊക്കെ കണ്ടാൽ അവർക്ക് അത് വീതിച്ചു കൊടുക്കും. അങ്ങനെ ഒഴിഞ്ഞ സഞ്ചിയുമായി പോകുന്ന സഹോദരൻ തിരിച്ചു വരുന്നത് ഒഴിഞ്ഞ സഞ്ചിയുമായിട്ട് തന്നെയാണ്. സാധനങ്ങളൊക്കെ ഭവനത്തിലേക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ പോലും അതിനു വേണ്ടിയാണ് പോകുന്നതെങ്കിലും തിരിച്ചു വരുമ്പോഴും ഈ ഒഴിഞ്ഞ സഞ്ചി. തീർച്ചയായും ഈ ഒരു ജീവിതത്തിന് പ്രത്യേകമായ ഒരു മാധുര്യമുണ്ടായിരുന്നു. ഫ്രാൻസിസ് കാണിച്ചു തന്ന ഈ വഴിയിലൂടെ നടക്കാനായിട്ട് അവർ തയ്യാറായത് ഇത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെയാണ്. സഹനത്തിലൂടെ മാത്രമേ ക്രിസ്തു കാണിക്കുന്ന വഴിയിലൂടെ നടക്കാനായി കഴിയുകയുള്ളൂ എന്ന് ഫ്രാൻസിസ് ഓർമ്മിപ്പിച്ചു. ഇന്നത്തെ കാലത്തും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണെന്ന് തോന്നുന്നു. വളർന്നു വരുന്ന നമ്മുടെ തലമുറയ്ക്കൊക്കെ നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഒരു ആശയവും ഇത് തന്നെയാണ്. മക്കളെ പലപ്പോഴും മാതാപിതാക്കൾ മക്കളെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്കോ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളുണ്ടായി, എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇന്നത്തെ കാലത്തുള്ള പലതും ലഭിച്ചില്ല, എനിക്ക് ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ടി വന്നു, അതിരാവിലെ തന്നെ എഴുന്നേറ്റ് എനിക്ക് പണിക്ക് പോകേണ്ടി വന്നു, അല്ലെങ്കിൽ എനിക്ക് കാര്യമായ നല്ല വിദ്യാഭ്യാസമൊന്നും കിട്ടിയില്ല, അങ്ങനെയുള്ള ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാകരുത്, അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകരുത്, അവർ നല്ല സന്തോഷത്തിൽ ജീവിക്കണം എന്ന് പറഞ്ഞ് മക്കൾക്ക് അമിതമായിട്ടുള്ള രീതിയിൽ സൗകര്യങ്ങൾ തുറന്നു കൊടുക്കുമ്പോൾ അവരുടെ സുഖങ്ങളും സന്തോഷങ്ങളും മാത്രം അതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ വളരെയേറെ ജാഗ്രതയുള്ളവരായി മാറണം. കാരണം വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് എന്താണ് സഹനം, എന്താണ് ത്യാഗം, എന്താണ് വേദന എന്ന് തിരിച്ചറിയാനായിട്ട് പലപ്പോഴും കഴിയുന്നില്ല. അതിൻ്റെ കുഴപ്പങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വേദനകളെ മനസ്സിലാക്കാതെ ജീവിതത്തിൻ്റെ ബാല്യകാലം മുതലേ അതിൻ്റെ വിഷമങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, കുരിശുകളിലൂടെ ഒന്നും കടക്കാതെ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ തലമുറ ഇന്ന് അനുഭവിക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായുള്ളത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുകയാണ്. ആർക്ക് പറയാനായിട്ട് സാധിക്കും സ്നേഹത്തിൽ നൊമ്പരമില്ലെന്ന്? സ്നേഹം ആത്മാർത്ഥമായി ഉള്ളിടത്തെല്ലാം ഒരു സഹനത്തിൻ്റെ ഭാവമുണ്ട്. പ്രായമായി ഉള്ള മാതാപിതാക്കളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ വലിയൊരു കാലം മുഴുവൻ നല്ലൊരു ആത്മീയമായിട്ടുള്ള ജീവിതത്തിലും കുടുംബജീവിതത്തിലും അതിൻ്റെ സ്നേഹബന്ധത്തിലും ഒക്കെ ജീവിച്ചിട്ട് അവസാനം അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചതിൻ്റെ കാരണം ഇതാണ്, സഹനങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് കൂടെ ചേർത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അവിടെയാണ് ജീവിതത്തിൽ വിജയമുണ്ടാകുന്നുള്ളൂ. പലപ്പോഴും ഇന്നത്തെ തലമുറയ്ക്കിടയിലും ഈ സ്നേഹത്തിൻ്റെ മാധുര്യത്തെ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് പലപ്പോഴും സ്നേഹബന്ധങ്ങൾ പൊളിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ കാരണം എന്താണ്? ഈ സഹനത്തിൻ്റെ മുള്ളുകൾ അവർക്ക്, അതിൻ്റെ വേദനകൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഫ്രാൻസിസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന്
നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ ഒന്ന് സ്പർശിച്ചു പോകുന്നത് ഈ ഇടങ്ങളിലാണെന്ന് തോന്നുന്നു. ക്രിസ്തുവിനെ നല്ല പോലെ മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സഹനത്തെ നല്ല പോലെ അറിയാനായി കഴിയണം. അതുകൊണ്ട് ഫ്രാൻസിസ് എന്ന നൊമ്പരത്തിലൂടെ മാത്രമേ ക്രിസ്തു എന്ന സ്നേഹത്തിൽ നമുക്ക് എത്താനായി കഴിയുള്ളൂ. ഫ്രാൻസിസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ള മറ്റൊരു ചിന്ത, ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ ഉണ്ടായ ചില മാറ്റങ്ങളാണ്. ഫ്രാൻസിസ് അതിനെ വിളിക്കുന്നത് ചേഞ്ച് ഓഫ് ടേസ്റ്റ് എന്നാണ്, രുചി മാറ്റമാണ്. തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തിലുണ്ടായിരുന്ന പല സന്തോഷങ്ങളും മധുരങ്ങളുമൊക്കെ ഇപ്പോൾ കയ്പായും, പണ്ട് കയ്പായി തോന്നിയിരുന്ന പലതും ഇന്ന് മധുരമായും അനുഭവപ്പെടുന്നു എന്ന് ഫ്രാൻസിസ് പറഞ്ഞു. കൂട്ടുകാരുടെ കൂടെ ഉല്ലസിച്ച് നടക്കുന്നത് ഫ്രാൻസിസിന് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. ക്രിസ്തുവിനെ ഉൾക്കൊണ്ടതിന് ശേഷം തനിക്കതിന് സാധിക്കുന്നില്ല. കുഷ്ഠരോഗികളെ കാണുന്നത് വളരെ കയ്പുള്ള അനുഭവമായിരുന്നു. എന്നാൽ ഇന്ന് ക്രിസ്തുവിനെ കാണുന്നത് കുഷ്ഠരോഗിയിലാണ് എന്ന് ഫ്രാൻസിസിന് തിരിച്ചറിയാൻ കഴിയുന്നു. ഇങ്ങനെ ഒരു രുചിമാറ്റം ക്രിസ്തു ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ തീർച്ചയായും നമ്മുടെ ഉള്ളിലുണ്ടാകും. പല ഇഷ്ടങ്ങളെയും മാറ്റിവെക്കാനായി, പലതിനോടും താല്പര്യക്കുറവ്, അരുചികൾ ഉണ്ടാകാനായി സാധിക്കുന്നത് ക്രിസ്തു ഉള്ളിൽ രൂപപ്പെടുമ്പോഴാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. ക്രിസ്തു ഉള്ളിൽ രൂപപ്പെടുമ്പോഴുള്ള ഒരു ഈറ്റുനോവ് എന്ന് പറയുന്നത് സഹനത്തിൻ്റെ ഈറ്റുനോവാണ്. അത് ജീവിതത്തിൽ എപ്പോഴും ക്രിസ്തുവിനെ ലഭിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു മാറ്റമാണ്. ഫ്രാൻസിസിൻ്റെ ഈ ഒരു രുചിമാറ്റം ഒരു ചേഞ്ച് ഓഫ് ടേസ്റ്റ് മാത്രമല്ല, ഫ്രാൻസിസിൻ്റെ കാഴ്ചകളിലും കേൾവികളിലുമൊക്കെ ഈ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. കേൾക്കുന്ന പല കാര്യങ്ങളിലും ഫ്രാൻസിസ് മാറ്റം വരുത്തുന്നു. ബ്രദർസ് ആൻഡ് സിസ്റ്റർ മൂൺ എന്ന മനോഹരമായ ചലച്ചിത്രത്തിലാണ് നമുക്ക് കാണാൻ കഴിയുക, ഫ്രാൻസിസ് ഒരു ദേവാലയത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോവുകയാണ്. അവിടെ മറ്റെല്ലാവരും പേടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഫ്രാൻസിസിൻ്റെ ഈ മുന്നോട്ടുള്ള മുകളിലേക്കുള്ള കയറ്റം കണ്ട് പേടിച്ചു നിൽക്കുമ്പോൾ ഫ്രാൻസിസ് ശ്രദ്ധ കൊടുക്കുന്നത് ഒറ്റ കാര്യത്തിലാണ്. അത് ഒരു കുരുവിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന കുരുവിയുടെ ഒരു സംഗീതമാണ്. ആ സംഗീതത്തിലേക്ക് ഫ്രാൻസിസ് ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങുന്നു. കുരുവി ഒരല്പം പറക്കുന്നു, ഒരു സ്ഥലത്തിരിക്കുന്നു, ഉടനെ ഫ്രാൻസിസ് അങ്ങോട്ട് ചെല്ലുന്നു. കുരുവി വീണ്ടും പറക്കുന്നു, വീണ്ടും ഫ്രാൻസിസ് അങ്ങോട്ട് ചെല്ലുന്നു. ഇങ്ങനെ കുരുവിയുടെ പിന്നാലെ ശ്രദ്ധാപൂർവം ഫ്രാൻസിസ് നീങ്ങുകയാണ്. ഒരുപാട് ശബ്ദങ്ങളുണ്ട് ചുറ്റും, പക്ഷെ ഈ ശബ്ദങ്ങളൊന്നും ഫ്രാൻസിസിനെ ആകർഷിക്കുന്നില്ല. പണ്ട് ആകർഷിച്ചിട്ടുള്ള പല ശബ്ദങ്ങളും ഇന്ന് ഫ്രാൻസിസിനെ ആകർഷിക്കുന്നില്ല. ക്രിസ്തുവിനെ ഉള്ളിൽ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ പ്രപഞ്ചത്തിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യ അനുഭവങ്ങളാണ് ഫ്രാൻസിസ് തൻ്റെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ കുരുവിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന സംഗീതം പോലും ഒരു ദൈവത്തിൻ്റെ ചൈതന്യമാണെന്ന് ഫ്രാൻസിസിന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അവിടെ ഫ്രാൻസിസിൻ്റെ ലിസണിങ് എന്ന് പറയുന്ന ഒരു സെലക്റ്റീവ് ലിസണിങ് ആവുകയാണ്. ഇത്രയും നാളും കേട്ട കേൾവികളിൽ നിന്ന്, ശബ്ദങ്ങളിൽ നിന്നൊക്കെ മാറി കുറെ കൂടെ ശ്രദ്ധാപൂർവം ക്രിസ്തുവിലേക്ക് നീങ്ങുന്ന ഫ്രാൻസിസ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇന്ദ്രിയങ്ങളെ ഒന്ന് വേറൊരു രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് കഴിയണം ക്രിസ്തു ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ. ഇത്രയും നാളും ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളുടെ സംവേദനങ്ങളിലൂടെ മനസ്സിലാക്കിയ ഒരു ലോകമല്ല ക്രിസ്തുവിനെ ഞാൻ ഉള്ളിൽ രൂപീകരിച്ച് കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ലോകം. ഇത്രയും നാളും ഇന്ദ്രിയങ്ങളാകുന്ന കവാടങ്ങൾ എനിക്ക് തന്ന ഒരു ലോകമല്ല ഞാൻ ഇനി മുതൽ ക്രിസ്തു എൻ്റെ ഉള്ളിൽ ആയിരിക്കുമ്പോൾ കാണുന്ന ഒരു ലോകം. അങ്ങനെ ഫ്രാൻസിസിന് തൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തെ തന്നെ മനസ്സിലാക്കുന്നത് വേറൊരു രീതിയിൽ ഫ്രാൻസിസിന് ഈ ലോകത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസിൻ്റെ ഈ ജീവിതം വളരെ ശക്തമായ ഒരു സ്വാധീനം നമ്മുടെ ഉള്ളിൽ ചെലുത്തുന്നുണ്ട്. മറ്റൊരു ചിന്ത, ഫ്രാൻസിസിൻ്റെ ദൈവവിളി സ്വീകരിച്ച ഒരു അവസരത്തിലാണ്. സാൻ ദമിയാനോ ദേവാലയത്തിൽ വെച്ച് അവിടുത്തെ ക്രൂശിത രൂപത്തിന് മുൻപിൽ ഇരുന്നു കൊണ്ടാണ് ഫ്രാൻസിസ് പ്രാർത്ഥിച്ചപ്പോൾ ആ സ്വരം ഫ്രാൻസിസിൻ്റെ ഉള്ളിൽ കേൾക്കാനായി ഇടയായത്. റീബിൽഡ് മൈ ചർച്ച്, എൻ്റെ പള്ളി പുതുക്കി പണിയുക. വലിയൊരു വിളിയായിരുന്നു അത്. ഫ്രാൻസിസ് ആ വിളി കേട്ടിട്ട് പോകുന്നത് തകർന്നടിഞ്ഞ ആ ദേവാലയത്തെ വീണ്ടും പണിയാൻ വേണ്ടിയാണ്. ഫ്രാൻസിസ് ആളുകളിൽ നിന്ന് ഓരോ കല്ലുകൾ വാങ്ങുന്നു. കല്ലുകൾ വാങ്ങി ആ ദേവാലയം പതിയെ പണിതുയർത്തുകയാണ്. അത് തീർച്ചയായും ആ ദേവാലയത്തെ മാത്രം പുതുക്കി പണിയാനുള്ള ഒരു വിളിയായിരുന്നില്ല. സഭയാകുന്ന
ആ പള്ളിയെ പുതുക്കി പണിയുക എന്നതുകൂടെ ഫ്രാൻസിസിൻ്റെ ഒരു വിളിയായിരുന്നു. അതുകൊണ്ട് ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിലൂടെ സഭയാകുന്ന പള്ളി പണിയാനായിട്ട് ശ്രമിച്ചു. എങ്ങനെയാണ് ഈ പുതുക്കി പണിയൽ നടക്കുന്നത്? പള്ളി പൊളിച്ച് പണിയുക എന്നതിനേക്കാൾ പള്ളിയുടെ ചുമരുകളെ വിശാലമാക്കുക എന്നതാണ് ഈ പുതുക്കിപ്പണിയലിൻ്റെ അർത്ഥം. ചുമരുകൾ വിശാലമാകുമ്പോൾ അതിനുള്ളിലേക്ക് എല്ലാവർക്കും കടന്നു വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഒരുപക്ഷെ ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൽ അത്രയും നാളും കണ്ടിരുന്ന പള്ളിക്കുള്ളിൽ തന്നെ പല വിഭാഗങ്ങളായിട്ട് അതിനെ തിരിച്ചിരുന്നു. സമ്പന്നർക്ക് നിൽക്കാനായിട്ടുള്ള ഒരിടം, ദരിദ്രരായ പാവപ്പെട്ടവരായ മനുഷ്യർക്ക് നിൽക്കാനുള്ള ഇടം. അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഒരു വരേണ്യ വർഗത്തിൻ്റെ കൂടെ നിന്ന് അതിൻ്റെ ഒരു ഭാഗമായി നിന്ന് ഫ്രാൻസിസ് പ്രാർത്ഥിക്കുമ്പോഴാണ് ക്രൂശിത രൂപം ത്തിൽ ക്രിസ്തുവിനെ അവർ ഒരു സമ്പന്നനായ ക്രിസ്തുവിനെയാണ് അവർ ക്രൂശിതനായിട്ട് അവിടെ ചിത്രീകരിച്ചിരിക്കുക. തലയും ഉടലും മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞ ഒരു ക്രിസ്തു. ഫ്രാൻസിസ് വളരെ അസ്വസ്ഥനാകുന്നുണ്ട് ആ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ. ഇത് എൻ്റെ ക്രിസ്തുവല്ല എന്ന് ഫ്രാൻസിസ് ഉറക്കെ വിളിച്ചു പറയുകയാണ്. അവിടെ നിന്നാണ് ഫ്രാൻസിസിന് മാറ്റങ്ങൾ ഉണ്ടാവുക. ഈ പള്ളിയിലുള്ള ക്രിസ്തു എൻ്റെ ക്രിസ്തുവല്ല. പലപ്പോഴും ഈ ഒരു വേർതിരിവുകൾ പള്ളിക്കുള്ളിൽ സംഭവിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിനുള്ള സാധ്യതയില്ല. പള്ളിയുടെ ചുമരുകൾ കുറെ കൂടെ വിശാലമാകുന്നിടത്താണ് അവിടെ സമ്പന്നനായാലും പാവപ്പെട്ടവനായാലും അതുപോലെ മറ്റേത് വിഭാഗത്തിൽപ്പെട്ടവർക്കായാലും പുഴുവിനും പൂമ്പാറ്റയ്ക്കും അതുപോലെ പൂക്കൾക്കുമൊക്കെ പള്ളിക്കുള്ളിൽ ഇടം ലഭിക്കുക. അവിടെയാണ് പള്ളി കുറെ കൂടെ വിശാലമാവുന്നത്. അങ്ങനെയുള്ള പള്ളിയുടെ റീബിൽഡിംഗ് ആണ് ഫ്രാൻസിസിനോട് ദൈവം ആവശ്യപ്പെട്ടത്. സഭയ്ക്ക് ഒരു കാലത്ത് അന്നുണ്ടായിരുന്ന ഒരു ചില നിലപാടുകളെയൊക്കെ തിരുത്തിക്കുറിക്കുന്ന രീതിയിൽ ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയതും അങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് പള്ളിയുടെ വാതിലുകൾ എല്ലാവർക്കുമായി തുറക്കപ്പെടണം എന്നൊക്കെ ഫ്രാൻസിസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചത് അതുതന്നെയാണല്ലോ. എല്ലാവർക്കുമായി തുറന്നിടണം സഭയുടെ വാതിലുകൾ. ആർക്കും കടന്നു വരാൻ മാത്രം വാതിലുകൾ വിശാലമാകണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ചിന്തയുടെ സ്വാധീനം തന്നെ ഫ്രാൻസിസിൻ്റെ ജീവിത ശൈലിയിൽ നിന്ന് മാർപ്പാപ്പയ്ക്ക് ലഭിച്ചതാണ്. അതുകൊണ്ട് റീബിൽഡിംഗ് ഓഫ് ചർച്ച് ഈസ് റീബിൽഡിംഗ് ഓഫ് ഹാർട്ട്സ്. ഹൃദയങ്ങളെ വീണ്ടും പുതുക്കിപ്പണിയിലാണ് പള്ളികളെ വീണ്ടും പുതുക്കിപ്പണിയുക എന്നതിനർത്ഥം. വലിയ സൗധങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ചെറിയ പള്ളികൾക്കുള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഫ്രാൻസിസ് ഓർമ്മിപ്പിച്ചിരുന്നു. ആ ദൈവ സാന്നിധ്യത്തെ കൂടുതൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ടും ഫ്രാൻസിസ് ശ്രമിച്ചുകൊണ്ടിരുന്നു. ജോർജ് കുറ്റിക്കലച്ചൻ്റെ കൂടെ ഉള്ള ഒരു പ്രേക്ഷിത സമൂഹത്തിൽ നിന്ന് മനസ്സിലാക്കിയ 2 വരികളാണ്. അവർ ഒത്തിരി ഫ്രാൻസിസ്കൻ ആത്മീയതയിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അവരുടെ കൂടെ നടന്നുപോയ സമയത്തൊക്കെ മനസ്സിലാക്കിയ വരികളാണിത്. കാലിത്തൊഴുത്തിൽ പോകണം നമ്മൾ ഈശോയെ നന്നായി കാണുവാൻ, കണ്ട ഈശോയെ നൽകാനും നമ്മൾ കാലിത്തൊഴുത്തിലാകണം. ഈശോയെ കാണാനായി പോകണമെങ്കിൽ കാലിത്തൊഴുത്തിൽ പോകണം. അവിടെ മാത്രമേ ഈശോയുള്ളൂ. ദരിദ്രമായ ലളിതമായ ഇടങ്ങളിൽ മാത്രമേ ക്രിസ്തുവിനെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കാണാനായിട്ട് കഴിയുകയുള്ളൂ. അതുപോലെ ഞാൻ കണ്ട ഈശോയെ എനിക്ക് കൊടുക്കാൻ കഴിയണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു കാലിത്തൊഴുത്തുണ്ടാകണം. എൻ്റെ ജീവിത ശൈലികളിൽ, എൻ്റെ പെരുമാറ്റങ്ങളിൽ, എൻ്റെ ഇടപെടലുകളിലൊക്കെ ഒരു കാലിത്തൊഴുത്തിൻ്റെ അനുഭവം ഉണ്ടെങ്കിലേ ഞാൻ കുറെ കൂടെ ക്രിസ്തുവിനെ എനിക്ക് പകർന്നു കൊടുക്കാൻ കഴിയുകയുള്ളൂ. ആടുകളുടെ മണമുള്ള ഇടയന്മാരാകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. ഇടയന് ആടുകളുടെ മണമുണ്ടാകണം. ആടുകളെ മനസ്സിലാക്കാൻ കഴിയുന്നവനാണ്, ആടുകളുടെ കൂടെ ഇരിക്കാൻ കഴിയുന്നവനാണ് ഒരു ഇടയനെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുമ്പോൾ തീർച്ചയായും അത് ഫ്രാൻസിസിൻ്റെ ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ സ്വാധീനം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഹൃദയങ്ങളെ കുറെ കൂടെ വിശാലമാക്കുവാനായിട്ട് ഫ്രാൻസിസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സഭയുടെ നിലപാടുകളിലും ഈ ഒരു തിരുത്തൽ അല്ലെങ്കിൽ അതിന് മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെ ഫ്രാൻസിസ് തൻ്റെ ജീവിതം പകർന്നു കൊടുത്തു. ഒരിക്കലും ഒരു വിമർശനാത്മകമായിട്ടുള്ള മനസ്സ് ഫ്രാൻസിസിനുണ്ടായിരുന്നില്ല. എന്നാൽ ജീവിതം എന്നുള്ളൊരു മാതൃകയിലൂടെ ഫ്രാൻസിസ് എളിമയെന്നുള്ള പുണ്യം സ്വീകരിച്ച് സഹനത്തിൻ്റെ വഴിയിലൂടെ, കുരിശിൻ്റെ വഴിയിലൂടെ, ദാരിദ്ര്യത്തിൻ്റെ വഴിയിലൂടെ പോകണമെന്ന് ഫ്രാൻസിസ് ഓർമ്മിപ്പിച്ചു. സഭ ദരിദ്രമാകണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ അർത്ഥവും അതുതന്നെയാണ്. ഒരു സഭ മാത്രം ദരിദ്രമാവുകയും സഭയുടെ സംവിധാനങ്ങളിൽ മാത്രമല്ല സഭയുടെ പ്രധാനപ്പെട്ട വ്യക്തികളിലും ഈ ഒരു ആത്മീയ ചൈതന്യം ഉണ്ടാകണമെന്നും ഫ്രാൻസിസിന് ഓർമ്മയുണ്ടായിരുന്നു.
തെറ്റുകാരനെന്ന് പൊതു സമൂഹം വിളിച്ച ഒരു പുരോഹിതനെ ഫ്രാൻസിസിൻ്റെ മുൻപിൽ കൊണ്ട് നിർത്തുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. മറ്റുള്ള എല്ലാവരും കുറ്റം ആരോപിക്കുകയാണ് ഈ പുരോഹിതനെ. ഫ്രാൻസിസ് അവിടെ മുട്ടുകുത്തി ഈ പുരോഹിതൻ്റെ കരങ്ങൾ തൻ്റെ കരങ്ങളിലെടുത്ത് അതിൽ ചുംബിച്ചുകൊണ്ട് ഫ്രാൻസിസ് പറയുന്നു, എത്ര വിശുദ്ധമാണ് ഈ കരങ്ങൾ, എത്ര മനോഹരമാണ്, എത്ര വിശുദ്ധമാണ് ഈ കരങ്ങൾ. ഈശോയുടെ ശരീരവും രക്തവും എടുക്കുന്ന കരങ്ങളാണിത്. ഈ ഒരു വാക്കുകളിൽ തന്നെ ഫ്രാൻസിസിന് ഒരു സന്ദേശം നൽകാനുണ്ട്. ആരോപിക്കുന്ന സമൂഹത്തിനും ആരോപിക്കപ്പെടുന്ന വൈദികനും അവിടെ ഒരു സന്ദേശമുണ്ട്. ഇദ്ദേഹം വിശുദ്ധനാണ്, അദ്ദേഹത്തിൻ്റെ കരങ്ങൾ വിശുദ്ധമാകണം എന്ന് ആ വിശുദ്ധമായി സൂക്ഷിക്കാൻ നമുക്കെല്ലാം കടമയുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും, വൈദികനോട് അതേപോലെ തന്നെ ഈ കരങ്ങൾ ഒരിക്കലും കറപുരളാനായിട്ട് പാടില്ലാത്ത കരങ്ങളാണെന്നുള്ള ഓർമ്മപ്പെടുത്തലും ഫ്രാൻസിസ് അവിടെ നൽകുകയാണ്. ഒരുപക്ഷെ ഇത് സമൂഹത്തിലും സഭയിലുമൊക്കെ ഇത്തരത്തിലുള്ള നിലപാടുകൾ തീർച്ചയായും ഫ്രാൻസിസിൻ്റെ സാന്നിധ്യത്തിലൂടെ, ആത്മീയതയിലൂടെ ഫ്രാൻസിസ് നൽകാൻ ശ്രമിച്ചത് നമ്മുടെ ജീവിതത്തെ കൂടെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സഭയെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നത് നല്ലതാണ്. ഫ്രാൻസിസിനെ പറ്റി പറയുമ്പോൾ ഫ്രാൻസിസ് ജീവിതത്തിൽ ലോകത്തോട് മുഴുവൻ സർവ സൃഷ്ട പ്രപഞ്ചത്തോടും കാണിച്ച ഒരു പരിഗണനയെ നമ്മൾക്ക് മറക്കാതിരിക്കാൻ കഴിയില്ല. മനോഹരമായ സൂര്യകീർത്തനത്തിലൂടെ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവത്തെ സ്തുതിക്കുന്നത് ഫ്രാൻസിസ് വളരെ മനോഹരമായി പാടിയിട്ടുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ സാധ്യതയുണ്ട്, എല്ലാ ജീവജാലങ്ങൾക്കും മഹത്വമുണ്ട്. മനുഷ്യനെന്നുള്ള ഒരു മനുഷ്യൻ്റെ കീഴടക്കലുകൾക്ക് വിധേയപ്പെടേണ്ടതല്ല ഈ പ്രകൃതി എന്നും പ്രകൃതി മനുഷ്യന് ഉപരിയായി നിൽക്കേണ്ടതെന്നും എന്ന് ഫ്രാൻസിസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥന പള്ളിയിൽ നിന്നും പുറത്തേക്ക് വന്നതും ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ. പള്ളിക്കുള്ളിൽ മാത്രമല്ല പ്രാർത്ഥനയുണ്ടാകുന്നത്. ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചതുപോലെ വിജനപ്രദേശങ്ങളിലേക്കും മലമുകളിലേക്കും കടൽ തീരത്തേക്കും ഒക്കെ ഈശോ കടന്നുപോയി പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഫ്രാൻസിസും പ്രകൃതിയിലേക്ക് പ്രാർത്ഥനയെ പള്ളിക്കുള്ളിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാനായി, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് കുറെ കൂടെ വ്യാപിപ്പിക്കാനായി ശ്രമിച്ച ആളായിരുന്നു. അതുകൊണ്ട് ഫ്രാൻസിസിൻ്റെ ആത്മീയതയിൽ ഈ പ്രപഞ്ചം മുഴുവനും വലിയൊരു പങ്ക് ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഫ്രാൻസിസ് പറഞ്ഞു തന്ന ഈ ആദർശങ്ങളെ, ഫ്രാൻസിസിൻ്റെ ജീവിതശൈലിയൊക്കെ പിൻഗമിക്കുന്ന ഒത്തിരി പേര് ഇന്നത്തെ ഫ്രാൻസിസ്കൻ സമൂഹങ്ങളിലൊക്കെ കാണാനായി കഴിയും. ഒരുപക്ഷെ തിരുസഭയിൽ തന്നെ ഒരുപാട് സംഖ്യ ഫ്രാൻസിസിൻ്റെ ആദർശങ്ങളെ, ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന ഫ്രാൻസിസ്കൻ സഭകളിലാണ്, അല്ലെങ്കിൽ ഫ്രാൻസിസ്കൻ സമൂഹങ്ങൾ ആയിട്ടുണ്ട് എന്ന് കരുതുകയാണ്. തീർച്ചയായും ഫ്രാൻസിസിൻ്റെ ജീവിതം നമ്മെ സ്പർശിക്കുന്നത് ഏതൊക്കെ രീതിയിൽ ആണെങ്കിലും നമ്മുടെ ഒക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ഫ്രാൻസിസ് എന്ന വ്യക്തി കടന്നുപോയത്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുമ്പോൾ, അത് ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ട് ഒരു പരിവർത്തനം ഉണ്ടാകുമ്പോൾ, അത് കുടുംബത്തിൻ്റെ ഉള്ളിലുള്ള പരിവർത്തനം മാത്രമാണ് സഭയ്ക്കുള്ളിലും സംഭവിക്കുക. സഭയെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചേരുന്ന ഒരു വലിയ സമൂഹമാണല്ലോ. ക്രിസ്തു പകർന്നു തന്ന ഈ ആശയത്തെ, അല്ലെങ്കിൽ ഫ്രാൻസിസ് പറഞ്ഞു തന്ന ഈ ഒരു ആശയത്തെ സഹനത്തിലൂടെ, വേദനയിലൂടെ, ദാരിദ്ര്യത്തിൻ്റെ വഴിയിലൂടെയൊക്കെ ക്രിസ്തുവിനെ സ്നേഹിക്കാമെന്നുള്ള ഒരു ആശയത്തെ ഉൾക്കൊള്ളുമ്പോൾ, അത് ജീവിതത്തിൽ പകർത്തി വയ്ക്കുമ്പോൾ, ഒപ്പം തന്നെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ചേർത്ത് വയ്ക്കുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങളോട്, എൻ്റെ താല്പര്യങ്ങളോട്, എൻ്റെ രുചികളോട് ഉണ്ടാകേണ്ട അപ്രിയങ്ങൾ, അതിനപ്പുറം ക്രിസ്തു കാണിച്ചു തരുന്ന രുചികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതിൻ്റെ സാധ്യത, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയണം. അവിടെയാണ് കുറെ കൂടെ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക, കുടുംബങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. ആ കുടുംബങ്ങളിലെ മാറ്റം സഭയെ തീർച്ചയായും സ്വാധീനിക്കും. സഭ വളരുന്നത്, സഭയ്ക്ക് നന്മയുണ്ടാകുന്നത് അതിലൂടെ മാത്രമാണ്. ഫ്രാൻസിസ് ഏറ്റെടുത്ത വെല്ലുവിളിയും ഇതുതന്നെയായിരുന്നു. ഒരിക്കലും സഭയെ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ വിരൽ ചൂണ്ടാനോ ശ്രമിക്കാതെ, തന്നിലേക്ക് വിരൽ ചൂണ്ടി തൻ്റെ ഉള്ളിൽ വലിയൊരു മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് തൻ്റെ ഉള്ളിലൂടെ ക്രിസ്തുവിനെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ആളായിരുന്നു ഫ്രാൻസിസ്. എൻ്റെ ഉള്ളിൽ മാറ്റമുണ്ടാകുമ്പോൾ എൻ്റെ ചുറ്റിലും മാറ്റമുണ്ടാകുമെന്നും എൻ്റെ സഭയിലും മാറ്റമുണ്ടാകും എന്നും എനിക്ക് അറിയാനായി കഴിയണം. ഫ്രാൻസിസിൻ്റെ ജീവിതം നൽകുന്ന ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കുറെ കൂടെ ആഴത്തിൽ നമ്മുടെ ജീവിതങ്ങളെ മനോഹരമാക്കുവാൻ, ക്രമപ്പെടുത്തുവാൻ നമുക്ക് കഴിയട്ടെ.
ഫ്രാൻസിസ് നമ്മുടെ ജീവിതത്തെ വെല്ലുവിളിക്കുന്ന ആശയങ്ങളെ കുറെ കൂടെ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് പകർന്നു കൊടുക്കാൻ, അത് നമ്മുടെ ഇന്നത്തെ മാധ്യമങ്ങളിലൂടെയും നമ്മുടെ സംവിധാനങ്ങളിലൂടെയൊക്കെ ഈ ജീവിതം സന്ദേശം പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ നല്ലൊരു ആത്മീയതയിൽ വളരാൻ, ക്രിസ്തുവിനെ കുറെ കൂടെ സ്നേഹിക്കാനായി നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഈശോയെ, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലൂടെ അങ്ങ് നൽകിയ വലിയ ഓർമ്മപ്പെടുത്തലുകൾക്ക് നന്ദി പറയുന്നു. ക്രൂശിതനായ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ജീവിതത്തെ വലിയൊരു മാറ്റത്തിന് വിധേയമാക്കി തൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടാകണമെങ്കിൽ തൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കണമെന്നും ആ ക്രിസ്തുവിൻ്റെ വഴിയെ നടക്കണമെങ്കിൽ ലാളിത്യത്തിൻ്റെ എളിമയുടെ ജീവിതം സ്വീകരിക്കണമെന്നും ഫ്രാൻസിസ് പറഞ്ഞു തന്ന ആശയവും ജീവിതശൈലിയുമൊക്കെ പകർത്തിവെക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലുമൊക്കെ ക്രിസ്തുവിനെ അനുഗമിക്കുവാനും ഞങ്ങളുടെ സമൂഹത്തിലും സഭയിലും ക്രിസ്തുവിനെ കൂടുതൽ പകർന്നു കൊടുക്കുവാനും ഞങ്ങളിലൂടെ ക്രിസ്തു കൂടുതൽ സ്നേഹിക്കപ്പെടുവാനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.